കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള IPL പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേയിങ് 11-ൽ നിന്നും മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻസ്. വാങ്കഡയിൽ നടന്ന പോരാട്ടത്തിൽ പ്ലേയിങ് 11-നെ മുംബൈ പ്രഖ്യാപിച്ചപ്പോൾ രോഹിത്തിന്റെ അഭാവം കണ്ട് ആരാധകർ ശരിക്കും ഞെട്ടിയിരുന്നു. പിന്നീടാണ് ഇമ്പാക്ട് പ്ലെയർ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായത്. എന്തുകൊണ്ടാണ് രോഹിത്തിനെ ഇത്തരത്തിൽ മാറ്റി നിർത്തിയതെന്നാണ് ആരാധകരുടെ ചോദ്യം. 5 തവണ IPL ട്രോഫികൾ സമ്മാനിച്ചിട്ടുള്ള രോഹിത് ശർമ്മയെ വീണ്ടും അപമാനിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തെ പുറത്താക്കി പകരം ഹർദിക് പാണ്ഡ്യയെ നായകനാക്കി നിയമിച്ചു. ഇപ്പോൾ പ്ലേയിങ് 11-ൽ നിന്നും രോഹിത് ശർമ്മയുടെ സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. മുംബൈ ടീമിൽ താരമെന്ന നിലയിലും അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചുവെന്ന് തന്നെയാണ് പുതിയ നീക്കം ശരിവയ്ക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ രോഹിത് ഫാൻസ് കുറിക്കുന്നു. രോഹിത്തിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതിരുന്ന മുംബൈയുടെ തീരുമാനത്തിൽ ഒരു വിഭാഗം ആരാധകർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മോശം ഫോം കാരണം രോഹിത് ശർമ്മയ്ക്ക് മുംബൈ ഇന്ത്യൻസ് പ്ലേയിങ് 11-ൽ സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. ഇതോടെ മുംബൈയുടെ സമയവും തെളിഞ്ഞിരിക്കുകയാണ്. കൊൽക്കത്തയ്ക്ക് വലിയ ബാറ്റിംഗ് തകർച്ചയാണ് തുടക്കത്തിൽ നേരിട്ടത്. രോഹിത്തിനെ കളിക്കളത്തിൽ മുംബൈ ഇന്ത്യൻസ് മിസ് ചെയ്തില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. രോഹിത് ശർമ്മയില്ലാതെ നിർഭയരായാണ് മുംബൈയെ ഫീൽഡിൽ ഇന്ന് കാണാൻ സാധിച്ചത്. ഇത് തീർച്ചയായും മുംബൈക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന കാര്യമാണ്. തുടർന്നുള്ള മത്സരങ്ങളിലും രോഹിത്തിനെ ഇല്ലാതെ കളിക്കാൻ ഇത് മുംബൈയെ പ്രേരിപ്പിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നു. ഈ സീസണിലെ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മോശമായിരുന്നു. ഇതിന് കാരണക്കാരൻ രോഹിത് ശർമ്മയാണെന്നും സംശയിക്കേണ്ടി വരും. കാരണം പലപ്പോഴും ഹർദിക്കും രോഹിത്തും മാറി മാറി കളിക്കാർക്ക് നിർദ്ദേശം നൽകുന്നതും ഫീൽഡ് ക്രമീകരിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ ഈ മത്സരത്തിൽ രോഹിത് പുറത്തിരുന്നതോടെ കൂടുതൽ ഫ്രീയായി മുംബൈയെ നയിക്കാൻ ഹർദിക്കിന് സാധിച്ചിട്ടുണ്ട്. 10 ഓവറിനുള്ളിൽ കൊൽക്കത്തയുടെ 5 വിക്കറ്റുകൾ വീഴ്ത്താനായതും ഇതുതന്നെയാണ് ശരിവയ്ക്കുന്നതെന്നും ആരാധകർ കുറിക്കുന്നു. പിന്നീട് മത്സരത്തിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തിരിച്ചു വന്നെങ്കിലും 170 റൺസ് മാത്രമാണ് അവർക്ക് നേടാനായത്. അതേസമയം പരിക്ക് കാരണമാണ് രോഹിത്തിനെ പ്ലേയിങ് 11-ൽ നിന്നും ഒഴിവാക്കിയതെന്നും സൂചനകളുണ്ട്. അദ്ദേഹത്തിന്റെ പുറംഭാഗത്ത് വേദന അനുഭവപ്പെട്ടത് കാരണമാണ് ഈ കളിയിൽ ഇമ്പാക്ട് പ്ലെയറുടെ ലിസ്റ്റിലേക്ക് മാറ്റിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ICCയുടെ 2020 ലോകകപ്പ് അടുത്ത മാസം നടക്കാനിരിക്കെ രോഹിത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നത് ഇന്ത്യൻ ടീമിന് വലിയ തിരിച്ചടിയായി മാറിയേക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഫീൽഡിങ്ങിൽ നിന്നും വിശ്രമം നൽകിയതെന്നും വിവരമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ.